ഡാ മോനെ, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചതല്ലേ നീ? നിനക്ക് പഠിക്കണ്ടേ? നേരട്ടാ ഒരു കാര്യം പറയാണ്ടിട്ടാ. ഇന്നലെ നാട്ടിൽ വിഷുവായിരുന്നു. ഡാഡി, വാട്ട്സ് വിഷു? വിഷു ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഇയർ സെലിബ്രേഷൻ മോളു. വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷു പടക്കം, വീട്ടിൽ സദ്യ. ഇന്നലെ നാട്ടിൽ നിന്ന് അച്ഛൻ കുറച്ച് മെസ്സേജ് അയച്ചിരുന്നു. ജിനന്റെ അച്ഛൻ എഡ്യൂക്കേറ്റഡ് ആണ്, ബട്ട് നോട്ട് പ്രാക്ടിക്കൽ. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ക്ലാര. ചെയ്തോ? തന്താരുടെയും തള്ളാരുടെയും കാര്യം അന്വേഷിച്ച് കഷ്ടപ്പെടാനാണല്ലോ ഇവിടെ വന്നത്. ഐ ടു ഹാവ് പാരന്റ്സ്. നിനക്കതിന് സെന്റിമെന്റ്സ് ഇല്ലല്ലോ. സെന്റിമെന്റ്സ് ഇൻവെസ്റ്റ് ഇൻ ബാങ്ക്, നല്ല ഇൻട്രസ്റ്റ് കിട്ടും. ബ്ലഡി മാൻ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആ അച്ഛൻ്റെ മെസ്സേജ് 10-25 വന്നിരുന്നു. ശല്യായിന്ന് പറഞ്ഞതാ. എടുക്കണ്ട, എന്തേലും ടെക്നിക്കൽ എററാന്ന് പിന്നീട് പറഞ്ഞാൽ മതി. കടക്കാരൻ ചെക്കൻ കുഴപ്പമൊന്നുമില്ലാന്നാണല്ലോ പറഞ്ഞത്. നല്ല വിളവ് ലഭിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിലെ ഭക്ഷ്യവിളകൾ എന്തെല്ലാം? അച്ഛൻ വരുന്നുണ്ട്. മോനെവിടെ? അകത്തുണ്ട്. അമ്മേ, അച്ഛന് അവനെ മാത്രമേ ഇഷ്ടമുള്ളൂല്ലേ? മോൾക്ക് വെറുതെ തോന്നണതാ, അവൻ ഉണ്ണിയല്ലേ. ദേവി, ഇവൻ എന്നോട് പിണക്ക. ചേച്ചിക്ക് കൊടുക്ക്. രാത്രി നിങ്ങളില്ലാണ്ട് ഉണ്ണിക്ക് പറ്റണില്ലട്ടാ. ഇന്നലെ ഉണ്ണി ഒരു പോള കണ്ണടച്ചിട്ടില്ല. നിങ്ങളുടെ പുതപ്പം കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഇനി രാത്രി അല്ലച്ചോ, ഈ വലിയ തന്തോയത്തിലാണല്ലോ. പുതിയതൊന്നല്ല, പഴയതാ. വിഷുവിന് ഒറ്റയ്ക്കായിടോ. മോള് 2 ആഴ്ച മുന്നേ വന്നുപോയി. ഉണ്ണിയാച്ച ഒന്നുമില്ല. അവരൊക്കെ ഇപ്പോ വലിയ തിരക്കിലല്ലേ. മാറ്റങ്ങൾ വന്നാ പിന്നെ തിരിച്ചില്ലാലോ. എന്തപ്പ എന്റെ പ്രശ്നം? ഉണ്ണീനെ വിളിച്ചിട്ട് കിട്ടണില്ല. വിഷുവായിട്ട് വരുന്നു വിചാരിച്ചതാണേ, വന്നില്ല.
എൻ്റെ ചങ്ങായിയെ അടയ്ക്കാകുമ്പോൾ മടി വയ്ക്കാം ഇതുപോലെ. അടയ്ക്കാമരാകുമ്പോൾ പറ്റുമോ? പിന്നെ ഈ തിരുവനന്തപുരത്തും തൃശ്ശൂരൊന്നുമല്ലല്ലോ, അമേരിക്കയിൽ നിന്ന് പറഞ്ഞേങ്ങയ്യേ. ഈ ബേജാറാവുണ്ട്. എനിക്കൊരു സാധനമുണ്ട്, എന്നാ ഇത് കഴിക്കി. ഇറച്ചിയും പൊറോട്ടയും ഓൾക്ക് പെരുത്തിഷ്ട. അനക്കും ഇഷ്ടമാണല്ലോ. വാങ്ങിയപ്പോൾ അനക്കും കൂടി വാങ്ങി. സൂറുള്ള കാരണം നിനക്ക് മിണ്ടാനും പറയാനും ഒരാളുണ്ടല്ലോ. എൻ്റെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ജോലി എന്നല്ല, ശരിക്കും ജീവിതത്തിൽ തന്നെയാ. കുറെ ആൾക്കൂട്ടം കണ്ട് കണ്ട് പെട്ടെന്ന് വല്ലാത്തൊരു ശൂന്യത. ഒരു കണക്കിന് ഉമ്മക്കൊക്കെ സുബർഗലടാ. ഈ പൊറോട്ട തന്നെ എത്ര കൊച്ചേക്കണു ഈ ഞാനും. എന്നിട്ട് പുരുഷാപ്പൻ്റെ ചായക്കടയിൽ നിന്ന് അന്ന് വാപ്പാൻ്റെ കട്ടെടുത്ത കായ കൊണ്ട് ആദ്യമായിട്ട് തിന്നപ്പോ രുചി ഇതിനില്ലാട്ടാ. അന്നത്തെ തല്ലൂല്ലല്ലോ. പുരുഷപ്പൻ 2 പൊറോട്ട ഇറച്ചി. കാശുണ്ടാ? ആ നല്ല രസമുണ്ടല്ലേ? നിനക്ക് എവിടുന്ന കാശ്? അതൊക്കെ കിട്ടി. എന്റെ പായന്റെ ഇടയിലെ കായെടുത്ത് നീ പൊറോട്ട തിന്നും. അല്ലടാ നായേ, നിന്നെ ഞാനിന്ന് നിന്നെ കുടുംബത്തെ അരി മേടിക്കാൻ കായില്ലാത്തപ്പോഴാ അവൻ്റെ ഒരു പൊറോട്ട തീറ്റ. അവിടെ കിടക്കണം. ആ ക്രിസ്റ്റഫർ ആവും ഓഫീസിന്ന്. ഒന്ന് നോക്കിയേ. നമസ്കാരം. കയറിയിരിക്കേ. ക്രിസ്റ്റഫർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി വരുന്നു വിചാരിച്ചില്ല. സന്തോഷായി. നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഞങ്ങളിപ്പോൾ കഴിച്ചോളൂ സാറേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മൂസമ്പി ജ്യൂസ് എടുക്കാം. അയ്യോ, അയ്യോ. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാ കാല് നിവരില്ല. വല്ലാത്തൊരു തരിപ്പാ. ആ, നിങ്ങൾക്ക് എല്ലാവർക്കും മധുരാവാലോ അല്ലേ? ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. സാറ് ഇരിക്കൂ. സാറിന് എന്നെ മനസ്സിലായോ? സാറേ, അത് നമ്മുടെ അനീഷ. സാറിൻ്റെ അനീഷ്. മോനെ, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചതല്ലേ നീ? നിനക്ക് പഠിക്കണ്ടേ?
പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വാക്ക് തെറ്റിച്ചു. അർഹതയില്ലാതെ എനിക്ക് കിട്ടുന്നവൻ്റെ സ്നേഹം എനിക്കൊരു ഭാരമാവുക. ആ സ്നേഹം സാറിന് അവകാശപ്പെട്ടതാ, സാറിന് മാത്രം. നിനക്കല്ലെങ്കിലും കാത്തുവെച്ചത് വെറുതെ ആയില്ല. വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം വരുന്നതാവും. ദാ അവിടെ ഇരിക്കാം. ഗംഗധരട്ടാ, അവനിങ്ങനെ ആവാൻ പാടില്ല. അതിനിപ്പോൾ ഞാൻ ജോലിക്കൊക്കെ വന്നോട്ടെ, പക്ഷെ പഠിക്കണം. അവനെ നമുക്ക് പഠിപ്പിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും ഗംഗരട്ടൻ എന്നോട് പറഞ്ഞോ, അത് ഞാൻ ശരിയാക്കാം. ആ പിന്നെ ഇത് നമ്മൾ അറിഞ്ഞാൽ മതി. ഇനി ഗംഗാരേട്ടൻ അവന്റെ മുതലാളി മാത്രല്ല, രക്ഷാകർത്താവും കൂടിയാ.